എടാ ഇപ്രാവശ്യം നിങ്ങൾ കണ്ടതല്ലേ 69% വിജയ ശതമാനത്തിൽ നിന്നും 66% ചുരുങ്ങിയിട്ടുണ്ടാവും. അത് ക്വസ്റ്റ്യൻ പാറ്റേൺ ടഫായതല്ലേ എന്ന് നിങ്ങൾ ഒരുപക്ഷെ പാരൻസിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും. ശരിക്കും അങ്ങനെയാണോ? സയൻസ് വിജയ ശതമാനം കൂടി, കൊമേഴ്സ് കൂടി, പൊതുവെ നിങ്ങളുടെ ഹ്യൂമാനിറ്റീസ് കൂടേണ്ടതല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമാനിറ്റീസ് കൂടേണ്ടതല്ലേ? നമ്മുടെ ഹ്യൂമാനിറ്റീസ് 3% കുറയുകയാണ് ചെയ്തത്. 100 കുട്ടികൾ എക്സാം എഴുതുമ്പോൾ 34 കുട്ടികൾ തോറ്റു എന്നാണ് അർത്ഥം. പക്ഷേ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 കുട്ടികളുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ 4 കുട്ടികൾ തോൽക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കടാ, എന്താണ് ഹ്യൂമാനിറ്റീസ്? പല ആൾക്കാരും പറയുന്ന ഒരൊറ്റ കാര്യമുണ്ട്, ഹ്യൂമാനിറ്റീസ് എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പാസ്സാവാന്നുള്ളത്, പെട്ടെന്ന് ജയിച്ചു പോവുക, സ്കൂൾ ആർട്സിന് കൂടാ, സ്പോർട്സിന് കൂടാന്ന്. എന്നിട്ടാണോ നമുക്കിങ്ങനെ സംഭവിച്ചത്? നിങ്ങളുടെ സ്കൂൾ തന്നെ എടുത്തു നോക്ക്. നിങ്ങളുടെ സ്കൂളിൽ തന്നെ ഒരുപക്ഷെ ഒരു വിലയും തരാത്ത ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങളായിട്ട് ഉണ്ടാക്കിയത് തന്നെയല്ലേ? നിങ്ങളായിട്ടുണ്ടാക്കിയതാണ്. തലേ ദിവസം മാത്രം പഠിച്ചാൽ ജയിക്കുമെന്ന് കരുതി നിങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആ പൊട്ടക്കിണറ്റിലെ തവളകളായി മാറിയിരിക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും തലേ ദിവസം പഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കുത്തിയിരുന്നിട്ട് ഒരാഴ്ച മുമ്പ് പഠിച്ചുകൊണ്ടോ ജയിക്കില്ലടാ. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത്. സയൻസിൻ്റെ കുട്ടികൾ, കൊമേഴ്സിൻ്റെ കുട്ടികളൊക്കെ ആദ്യം മുതലേ പഠിച്ചു തുടങ്ങി, അവരുടെയൊക്കെ വിജയ ശതമാനം കൂടി. അത് നിങ്ങൾ ഒരൊറ്റ കാര്യം ആലോചിക്കും. ഒരേ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കും. ചിലപ്പോൾ മാനേജ്മെൻറ്റ് സീറ്റിൽ ഇല്ലാത്ത പൈസ കൊടുത്തിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ അഡ്മിഷൻ നേടി തന്നിട്ടുണ്ടാവാം. 10,000 20,000 കൊടുത്തിട്ട്. എവിടെ നിന്നാണ് അവർക്ക് പൈസ? ആർക്ക്? നിങ്ങളുടെ അയൽവാസിയുടെ പൈസ എടുത്തിട്ടാണോ? നിങ്ങളുടെ കുടുംബക്കാരുടെ പൈസ എടുത്തിട്ടാണോ? അല്ലടാ, നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കൾ എവിടെ നിന്നൊക്കെ പൈസ ഒപ്പിച്ചിട്ടാണ് നിങ്ങളെ ഈ അഡ്മിഷൻ വിടുന്നത്. ഇനി പോട്ടെ, നിങ്ങൾ ഗവൺമെൻറ് സീറ്റ് വാങ്ങിയവരാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് അന്നാന്നുള്ള യൂണിഫോമിൻ്റെ കാര്യങ്ങൾ, അന്നാന്ന് പോയി വരാനുള്ള ബസ് ഫെയർ എല്ലാം അവർ ഒപ്പിച്ച് തരുന്നുണ്ടെങ്കിൽ എടാ അവരുടെ സ്വപ്നമായിട്ടാണ്. ഒരിക്കലും നിങ്ങളുടെ പൈസ കൊണ്ട്, നിങ്ങളുടെ ജോലി കിട്ടിയ പൈസ കൊണ്ട് അവർക്ക് നല്ല ചുരിദാർ എടുക്കാനോ അല്ലെങ്കിൽ അവർക്കൊരു നല്ലൊരു കുപ്പായം എടുക്കാനോ അല്ല. നിങ്ങളൊക്കെ അത് എടുത്തു കൊടുക്കുമ്പോഴത്തേക്കും അവർ വാർദ്ധക്യത്തിലായിട്ടുണ്ടാവും. ഒരു പക്ഷെ അവരൊന്നും ഉണ്ടായിക്കോളന്നില്ല. പക്ഷെ നിങ്ങൾ ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ഇനിയും ഇങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ മക്കളെ, ഒരിക്കലും നിങ്ങൾ എത്താൻ പോകുന്നില്ലടാ. +2 ഇല്ലാതെ വെറും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ആണെന്ന് പറയുന്നുണ്ട്. ഇന്നത്തെ കാലത്തുണ്ടടാ, ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്നത്തെ കാലത്തുണ്ടോ വെറും ഒരു 10ാം ക്ലാസ് മാത്രമാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയാൻ? ജസ്റ്റ് ഒരു ഗൾഫ് പോകണമെങ്കിൽ വരെ എന്താണ് ക്വാളിഫിക്കേഷൻ നോക്കിയോ? +2 പോലും ഇല്ല എന്ന് പറയുമ്പോഴല്ല സത്യം പറയാം ആട്ടി പറഞ്ഞേക്കൂടാ. കാരണം നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവും ഞങ്ങളിപ്പോൾ എങ്ങനെയാണ് പഠിക്കുക, സ്കൂളിൽ ഇങ്ങനെ എന്തൊക്കെയോ നോട്ടുകൾ തരുന്നുണ്ട്. നിങ്ങൾ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനമായിട്ടുള്ള കാര്യം. അതിന് നമ്മൾ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി ഫോം ഫില്ല് ചെയ്യാം. അത് വേറൊരു കാര്യം. അത് നമ്മുടെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഉപകാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത് സൂപ്പർ ബാച്ചും മെൻറ്റർഷിപ്പുകളും റെക്കോർഡഡ് ക്ലാസ്സും കേരളത്തിലെ മികച്ച ഫാക്കൽറ്റീസും അതൊക്കെ ഓക്കെ, അതൊക്കെ നമ്മൾ തരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ തയ്യാറെടുക്കണ്ടേ? നിങ്ങൾ തയ്യാറെടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് പഠിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണടാ. നിങ്ങൾ ഞങ്ങളെയോ നാട്ടുകാരെയോ നിങ്ങളുടെ ടീച്ചേഴ്സിനെ ഒന്നും നോക്കണ്ട. ഒന്ന്, നിങ്ങളെ തന്നെ വഞ്ചിക്കുകയാണെന്നുള്ള മനസ്സിലാക്കുക. 2, നിങ്ങൾ വഞ്ചിക്കുന്നത് പാരൻസിനെയാണ്. ഈ രണ്ടും നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതാണ്, ഏറ്റവും വിലപ്പെട്ടതാണ്. കളഞ്ഞു പോയി കഴിഞ്ഞാൽ കിട്ടാത്ത ഒരു മൂല്യമേറിയ ഒരു അമൂല്യമായിട്ടുള്ളതെന്നൊക്കെ പറയില്ല നമ്മൾ, അത് തന്നെയാണ് ഈ രക്ഷിതാക്കൾ എന്ന് പറയുന്നത്. വേണമെങ്കിൽ മുറുകെ പിടിച്ചോ, പറ്റാണെങ്കിൽ കൂടെ തന്നെ ഉണ്ട് നമ്മുടെ സൂപ്പർ ബാച്ചിലൂടെ. താങ്ക് യു.